പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നടന്ന LSS എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർ കീയാണ് കാണിക്കുന്നത്. എനിക്ക് PDF കിട്ടിയില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആരെല്ലാം ഗുരുനാഥ രാരെല്ലാം ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഒളപ്പമണ്ണ. രണ്ടാമത്തെ ചോദ്യം, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊള്ള എന്നോമലുണ്ണി എന്ന വരിയിൽ മാഴ്കുക എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ദുഃഖിക്കുക. മൂന്നാമത്തെ ചോദ്യം, 4ാം ക്ലാസ്സിലെ പാഠഭാഗവും അതുൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ്. താഴെ ജോഡിയായി തന്നിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയത് എഴുതണം. വെണ്ണക്കണ്ണൻ കൃഷ്ണഗാഥ, പത്തായം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, മലയാളം വള്ളത്തോൾ കവിതകൾ, സ്നേഹന്താൻ ശക്തി. എന്താണ് അവിടെ വരുന്നത്? ഇത്തിരി കാര്യം. അടുത്ത ചോദ്യം, കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം നുകം. അഞ്ചാമത്തെ ചോദ്യം, പച്ച അധികം പുൽമേട് ചേർത്തെഴുതണം. പച്ചപ്പുൽമേട്. ആറാമത്തെ ചോദ്യം, ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഭൗമം. അടുത്ത ചോദ്യം, ചേട്ട പാവം മൈന എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ട് എന്നതുപോലെ ആ കിളി ഈണത്തിൽ ഒരു പാട്ടുപാടി. അടിവരയിട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏതാണ്? അടിവരയിട്ടത് ചേട്ട പാവം മൈന എന്തിനാണ് അതിനെ കൊല്ലുന്നത് എന്നതാണ്. അപ്പോൾ അവിടെയാണ് പാവം മൈന കഴിഞ്ഞിട്ടാണ് ആ ചിഹ്നം വരേണ്ടത്. അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളംകളിയിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? ഉത്തരം ആമോദം. ശരിയായി എഴുതിയ പദം ഏതെന്നാണ് 9ാമത്തെ ചോദ്യം. പ്രതിധ്വനി എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏതാണ് എന്നതാണ്. അക്ഷി, ലോചനം, നയനം എല്ലാം കണ്ണെന്നുള്ള മീനിങ് ആണ്. അപ്പം മിഴി ആണ്. അടുത്തത് ഒരു കവിതയാണ്. അത് വായിച്ചിട്ട് ഉത്തരം എഴുതണം. അത് കൂട്ടുകാർ തന്നെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേര് എന്താണ് എന്നതാണ്. ഉത്തരം ആത്മകഥ. അടുത്ത ചോദ്യം, പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരി നന്ദി 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 സുഗതകുമാരി. ചോദ്യം ഇതാണ്, കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം തോഴരി. അടുത്തത് സുഗതകുമാരിയുടെ ജീവചരിത്രക്കുറിപ്പാണ്. സൂചനകളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ജീവചരിത്രക്കുറിപ്പ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.